ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന LD ക്ലർക്ക് എക്സാമിന്റെ സിലബസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ചില നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ ഏറ്റവും ആദ്യം തന്നെ കിടക്കുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ ആദ്യം തന്നെ കിടക്കുന്ന ആ സിലബസിൽ ആദ്യം കിടക്കുന്ന നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എന്ന് പറയുന്നത്. മലയാളത്തിൽ വിവര അവകാശ നിയമം 2005 എന്ന് പറയും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആ വിവര അവകാശ നിയമത്തെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിവര അവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, RIT എന്താണ് ഷോർട്ട് ഫോമിൽ പറയും. ഈ പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും ഒരു വിവരാവകാശ കമ്മീഷനുകൾ എന്ത് ചെയ്യുന്നത്, രൂപപ്പെടുന്നത്. ഈ വിവരാവകാശ കമ്മീഷനുകൾ നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗം പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചത് ക്ലാസ് കിട്ടിയിട്ടുള്ള ആളുകൾക്കറിയാം, മൗലിക അവകാശങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ 19 എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ആർട്ടിക്കിളിന്റെ ആദ്യത്തെ വശം, അതായത് ആർട്ടിക്കിൾ 19(1)A എന്ന് പറയുന്നത് അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. ആർട്ടിക്കിൾ 19(1)A എന്ന് പറയുന്നത് അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. ഈ അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യത്തിലാണ് പരോക്ഷമായിട്ട് ഒരു പൗരന് അറിയുവാനുള്ള അവകാശം എന്നുള്ളത് എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ പറയുന്ന അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യത്തിലാണ് പരോക്ഷമായിട്ട്, പ്രത്യക്ഷമായിട്ടല്ല, പരോക്ഷമായിട്ട് എന്തൊളിഞ്ഞിരിക്കുന്നത്, അറിയുവാനുള്ള അവകാശം എന്ന് പറയുന്നത് ഒളിച്ചിരിക്കുന്നത്. അപ്പോ പരോക്ഷമായിട്ട് വിവരാവകാശ കമ്മീഷനെ കുറിച്ചോ അല്ലെങ്കിൽ വിവരാവകാശ നിയമത്തെ കുറിച്ചോ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം 19(1)A ആണ്. പരോക്ഷമായിട്ട് ആ വാക്ക് വളരെ പ്രധാനമുള്ളതാണ്. അങ്ങനെ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ എന്തിനെ കുറിച്ച് പറയുന്നില്ല, ഈ പറയുന്ന വിവരാവകാശ നിയമത്തെ കുറിച്ചോ വിവര അവകാശ കമ്മീഷനെ കുറിച്ചോ എവിടെ പറയുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വിവരാവകാശ കമ്മീഷൻ എന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, മറിച്ച് അത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് വിവരാവകാശ കമ്മീഷൻ എന്നുള്ളത്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ളത് ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നാലും ഒരിക്കൽ കൂടി പറയാം. പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന ബോർഡുകളോ കമ്മീഷനുകളോ ഒക്കെയാണ് എന്തെന്ന് പറയുക, കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നറിയപ്പെടുന്നത്. അത്തരത്തിൽ പാർലമെന്റ് പാസാക്കിയ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതായത് വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ എന്തുണ്ടാകുന്നത്, ഒരു വിവരാവകാശ കമ്മീഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഈ വിവരാവകാശ നിയമം ഇന്ത്യയിൽ വരുന്നത് 2005 ഇന്ത്യയുടെ പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കി അതൊരു നിയമമായിട്ട് മാറുന്നത് 2005 ജൂൺ 15 വിവരാവകാശ നിയമം ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കി അതൊരു നിയമമായി മാറുന്നത് 2005 ജൂൺ 15 2005 ജൂൺ 15 ഇത് പാസാക്കിയപ്പോൾ തന്നെ ഈ നിയമത്തിൽ പറയുന്ന ചില വകുപ്പുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന 2005 ജൂൺ 15 ഇത് പാസ്സാക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തിരുന്നു, നിലവിൽ വന്നിരുന്നു. എന്നാൽ ഈ പറയുന്ന വിവരാവകാശ നിയമം എന്നുള്ളത് ഇന്ത്യയിൽ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം എന്നുള്ളത്
പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. കാരണം എന്താണ് ഈ 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ എന്തുണ്ടാകുന്നത്? ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉണ്ടാകുന്നത്. എന്താണ്? ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉണ്ടാകുന്നത് 2005 ഒക്ടോബർ 12 അപ്പോ വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2005 ജൂൺ 15 നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12 ഇനി ഈ നിയമം ഇന്ത്യയിൽ പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ളത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അതായത് ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഈ വിവര അവകാശ നിയമം എന്നുള്ളത് ഇന്ത്യയിൽ പാസ്സാക്കപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വിവരാവകാശ നിയമം ഇന്ത്യയിൽ പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. എന്താണ്? ജനങ്ങളുടെ പ്രസിഡന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം ആണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആണ്. ഇനി വിവരാവകാശ നിയമം പാസാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വിവരാവകാശ നിയമം, അതായത് വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം പാർലമെന്റിൽ നിയമം വഴി പൗരന്മാർക്ക് അനുവദിച്ചു കൊടുക്കുന്ന 55ാമത്തെ രാജ്യമാണ് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്. 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ആദ്യമായിട്ടൊരു രാജ്യം പൗരന്മാർക്ക് ഈ പറയുന്ന വിവരാവകാശ നിയമം അനുവദിച്ചു നൽകുന്നത് സ്വീഡൻ എന്ന് പറയുന്ന രാജ്യമാണ്. സ്വീഡൻ ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ്. നിങ്ങൾക്കറിയാം, ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ, ഐലൻഡ് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളെയാണ് നമ്മൾ പൊതുവെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു സ്കാൻഡിനേവിയൻ രാജ്യമായിട്ടുള്ള സ്വീഡനാണ് ആദ്യമായിട്ട് പൗരന്മാർക്ക് എന്ത് നൽകുന്നത്? വിവരാവകാശ നിയമം നൽകുന്നത്. അത് 1766 എന്താണല്ലേ? എത്രത്തോളം അകലെയാണ് സ്വീഡനും നമ്മളും തമ്മിലുള്ള ദൂരം എന്നുള്ളത് ആ വർഷത്തിന്റെ വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 1766 സ്വീഡൻ എന്ന് പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യം അവരുടെ പൗരന്മാർക്ക് വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ചെയ്യുന്നത് ഒരു നിയമം മൂലം അനുവദിച്ചു നൽകുന്നത്. അപ്പോ 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യമായിട്ട് ഈ വിവരാവകാശ നിയമം എന്നുള്ളത് പാസ്സാക്കുന്നത് സ്വീഡനാണ് 1766. അപ്പോ നമ്മൾ കുറെ നേരമായിട്ട് വിവരാവകാശ നിയമം എന്ന് പറയുന്നു. ഈ ഗവൺമെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ, കാര്യങ്ങൾ, ഉത്തരവുകൾ, ഇതൊക്കെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ് വിവരാവകാശ നിയമം എന്നത് വിവരാവകാശ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ വിവരാവകാശ നിയമം കൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് വിവരാവകാശ നിയമം പാസ്സാക്കുന്നത് എന്ന് ചോദിച്ചാൽ, അഴിമതികൾ നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നതിനും മാത്രമല്ല ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വേണ്ടിയാണ് എന്ത് പാസ്സാക്കപ്പെട്ടത്? ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമം എന്നുള്ളത് പാസ്സാക്കപ്പെട്ടത്. ഇന്ത്യയിൽ ഇതിനു മുമ്പ് വിവരാവകാശം പോലത്തെ അല്ലെങ്കിൽ ഇതിനോട് സാമ്യപ്പെട്ട മറ്റൊരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമത്തിന്റെ പേര് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 എന്നുള്ളതാണ്. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 എന്ന് പറയുന്നത്. ഈ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ആരാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 പാസ്സാക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി? AB വാജ്പേയി ആയിരുന്നു. അപ്പോ 2005 വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 പാസ്സാക്കുമ്പോൾ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇത് നിരന്തരമായിട്ടൊരു സംഘടനയുടെ ഇടപെടലുകൾ മൂലമാണ് ഇന്ത്യയിൽ എന്ത് പാസ്സാക്കപ്പെടുന്നത്? ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കപ്പെടുന്നത്. ആ സംഘടനയുടെ പേരാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന രാജസ്ഥാൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന് പറയുന്നത്
മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഇവരുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ മൂലമാണ് ഇന്ത്യയിൽ എന്ത് പാസ്സാക്കപ്പെടുന്നത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം പാസ്സാക്കപ്പെടുന്നത്. PSC ചോദിച്ചിട്ടുണ്ട് എന്തെന്നുള്ളത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കുന്നതിന് കാരണമായിട്ടുള്ള സംഘടന ഏതാണ് എന്ന് PSC പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ പേരാണ് നമ്മൾ പറഞ്ഞത് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഇത് രാജസ്ഥാൻ കേന്ദ്രമാക്കിയാണ് ഈ സംഘടന എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഈ സംഘടനയുടെ സ്ഥാപകയായിട്ടുള്ള വനിത ആരാണ് എന്ന് ആര് ചോദിച്ചിട്ടുണ്ട്? PSC ചോദിച്ചിട്ടുണ്ട്. ഈ സംഘടനയുടെ എന്താണ് സ്ഥാപകയായിട്ടുള്ള വനിത, അതായത് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകയായിട്ടുള്ള വനിതയാണ് ആരെന്ന് പറയുന്നത്? അരുണ റോയ് എന്ന് പറയുന്നത്. ആരാണ്? അരുണ റോയ് എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിനായിട്ട് ജനകീയ പ്രചരണം ആരംഭിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. രാജസ്ഥാൻ കേന്ദ്രമാക്കിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഈ സംഘടനയുടെ സ്ഥാപകയായിട്ടുള്ള വനിതയാണ് അരുണ റോയ് എന്ന് പറയുന്നത്. അരുണ റോയ് മാത്രമല്ല, അരുണ റോയ്, നിഖിൽ ദേ, ശങ്കർ സിംഗ് മുതലായ ആളുകളുടെ എന്താണ് പ്രവർത്തന ഫലമായിട്ടാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ഇന്ത്യയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം ഉണ്ടാകുന്നത്. അപ്പോ ഈ പറയുന്ന 94 കാലഘട്ടങ്ങളിലാണ് ഈ സംഘടന എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പോലെയുള്ള നിയമം ഇന്ത്യയിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജനകീയ പ്രചരണങ്ങൾ ആരംഭിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനം എന്ത് ചെയ്യുന്നു? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതായത് വിവര അവകാശ നിയമം പാസ്സാക്കുന്നു. ആ സംസ്ഥാനത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? തമിഴ്നാടു എന്ന് പറയുന്നത്. എന്താണ്? തമിഴ്നാട്. വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? തമിഴ്നാട് എന്ന് പറയുന്നത്. 1997 തമിഴ്നാട് എന്ത് ചെയ്യുന്നത്? വിവരാവകാശ നിയമം പാസ്സാക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു 2005 പാർലമെന്റ് എന്ത് പാസ്സാക്കുന്നത്? വിവരാവകാശ നിയമം പാസ്സാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നതിന് ശേഷം എന്താണ്? ഈ 2005 വിവരാവകാശ നിയമം ആദ്യമായിട്ടൊരു സംസ്ഥാനം നടപ്പിലാക്കി. അത് രാജസ്ഥാനാണ്. എന്താണ്? 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? രാജസ്ഥാനാണ്. ഇപ്പൊ തമിഴ്നാട് പാസ്സാക്കിയതിനു ശേഷം ഒരുപാട് സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ കാലഘട്ടത്തിൽ ഇത് പാസ്സാക്കുന്നുണ്ട്. ഗോവ പാസ്സാക്കുന്നുണ്ട്, മഹാരാഷ്ട്ര പാസ്സാക്കുന്നുണ്ട്, പിന്നെ എന്താണ് ജമ്മു കാശ്മീർ പാസ്സാക്കുന്നുണ്ട്, ആസാം പാസ്സാക്കുന്നുണ്ട്. തമിഴ്നാടിന് ശേഷം ഒരുപാട് സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് രാജസ്ഥാൻ, ഇവൻ രാജസ്ഥാൻ ഉൾപ്പെടെ ഈ പറയുന്ന ആക്ട് അവരുടെ സംസ്ഥാനത്ത് പാസ്സാക്കുന്നുണ്ട്. എന്നാൽ ഈ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം രാജസ്ഥാനാണ്. അപ്പോ ചോദ്യം ശ്രദ്ധിക്കുക. വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടുമാണ്. 1997 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? അതിന്റെ ഉത്തരം രാജസ്ഥാൻ എന്നുള്ളതാണ്. ഇനി ഈ 2005 വിവരാവകാശ നിയമങ്ങൾ അതാണ്. അതിൽ 6 അധ്യായങ്ങൾ അഥവാ 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 31 സെക്ഷൻസ് ഉണ്ട്. 2 പട്ടികയുണ്ട്. എന്താണ്? 2005 നിയമത്തിൽ, അതായത് വിവരാവകാശ നിയമങ്ങളിൽ 6 അധ്യായങ്ങൾ അഥവാ ചാപ്റ്റേഴ്സ് ഉണ്ട്. 31 സെക്ഷൻസ് അല്ലെങ്കിൽ വകുപ്പുകളുണ്ട്. 2 പട്ടിക ഉണ്ട്. 31 സെക്ഷൻസ് ആണോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? 30 ഉള്ളൂ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? 30 ഉള്ളൂ എന്ന് സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? സെക്ഷൻസ് ആർക്കുമില്ല. 31 സെക്ഷൻസ് ആണുള്ളത്. ഈ 31ാമത്തെ സെഷനിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിവിടെ മുകളിൽ പറഞ്ഞ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 എന്നുള്ളത് റിപ്പീൽ ചെയ്യുന്നത് ഈ 31ാമത്തെ സെക്ഷനിലാണ്. അപ്പോ 2005 വിവരാവകാശ നിയമത്തിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 6 ചാപ്റ്റേഴ്സ് ഉണ്ട്, 31 സെക്ഷൻസ് ഉണ്ട്, 2 പട്ടിക അഥവാ ഷെഡ്യൂളുകൾ ഉണ്ട്. അടുത്തത് നമ്മൾ അധ്യായം അഥവാ ചാപ്റ്റേഴ്സ്. ഇത് ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ എന്താണെന്ന് വായിച്ചിരിക്കേണ്ടത് ആവശ്യകത ആയതുകൊണ്ട് മാത്രം ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ഇത് പറയുന്നത്. അതായത് ചാപ്റ്റർ 6 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു.
ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രാരംഭികം അല്ലെങ്കിൽ പ്രിലിമിനറി എന്നുള്ളതാണ്. എന്റെ തുടക്കം അത്രയുള്ള അതിന്റെ അർത്ഥം. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് നിങ്ങൾ ഈ നിയമം പഠിക്കുമ്പോൾ ഇതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകുവാൻ വേണ്ടി പറയുന്നതാണ്. അധ്യായം 2 വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളെയും കുറിച്ച് പറയുന്നു. അധ്യായം 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച്, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അധ്യായം 4 സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ അഥവാ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അധ്യായം 5 ഈ പറയുന്ന വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങൾ, ചുമതലകൾ, അപ്പീലുകൾ, പിഴകൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അധ്യായം 6 എന്ന് പറയുന്നത് പലവക കാര്യങ്ങളാണ്, മിസലേനിയസ് എന്ന് പറയും. മിസലേനിയസ് ആണ് അധ്യായം 6 ചാപ്റ്റർ 6 പറയുന്നത്. ഒരിക്കൽ കൂടി അതൊന്ന് വായിച്ചു നോക്കാം, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. അധ്യായം 1 അഥവാ ചാപ്റ്റർ 1 ഇതുവരെ ഞാൻ PSCയുടെ ക്വസ്റ്റ്യൻസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ഈ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടൊന്നും കണ്ടിട്ടില്ല. എങ്കിലും നമ്മളൊന്ന് ചെയ്യുക, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത്. അധ്യായം 1 എന്താണ്, സ്റ്റാർട്ടിംഗ് ആണ്, പ്രാരംഭികം. അധ്യായം 2 വിവരാവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളെയും കുറിച്ച് പറയുന്നു. അധ്യായം 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചും അധ്യായം 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചും അധ്യായം 5 വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങൾ, ചുമതലകൾ, അപ്പീലുകൾ, പിഴകൾ എന്നിവയെ കുറിച്ച് പറയുന്നു. അധ്യായം 6 എന്ന് പറയുന്നത് പലവക അഥവാ മിസലേനിയസിനെ കുറിച്ച് പറയുന്നു. അപ്പോ അധ്യായം കഴിഞ്ഞു. നമ്മൾ 2 പട്ടികകളുണ്ട് എന്ന് പറഞ്ഞു, 2 ഷെഡ്യൂളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ പട്ടിക പറയുന്നത് കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റു കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞ, ഓത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാം പട്ടിക ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കമ്മീഷണർമാരും ഉള്ളതുപോലെ തന്നെ ഈ പറയുന്ന ഇൻഫർമേഷൻ കമ്മീഷനും എന്താണ്, ഒരു ചീഫ് കമ്മീഷണർ ഉണ്ടാകും, എന്താണ്, മറ്റുള്ള കമ്മീഷണർമാരും ഉണ്ടാകും. അപ്പൊ അവരുടെ സത്യപ്രതിജ്ഞയെ കുറിച്ചാണ് ഒന്നാമത്തെ ഷെഡ്യൂൾ പറയുന്നത്. അതായത് കേന്ദ്ര സംസ്ഥാനത്തിലുള്ള മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റു കമ്മീഷണർമാരുടെയും എന്താണ്, സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ഓത്തിനെ കുറിച്ചാണ് ഒന്നാം പട്ടിക പറയുന്നത്. രണ്ടാം പട്ടിക കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാം പട്ടിക എന്തിനെ കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പൊതു അധികാര സ്ഥാപനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് എല്ലാ പൊതു അധികാര സ്ഥാപനങ്ങളുടെ വിവരങ്ങളും എവിടെ നിന്ന് ലഭിക്കില്ല, വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിക്കില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള എന്താണ് സ്പൈ അതായത് ചാരൻ സംഘടനയായിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ച്, അതിന്റെ കാര്യങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് എന്ത് ലഭിക്കില്ല, യാതൊരു വിവരങ്ങളും തന്നെ വിവരാവകാശ നിയമം പ്രകാരം നിങ്ങൾക്ക് ലഭിക്കില്ല. ഇന്ത്യൻ മിലിറ്ററി ബ്യൂറോ, അങ്ങനെയുള്ള BSF, അങ്ങനെയുള്ള ഇന്ത്യയുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഈ രാജ്യരക്ഷയും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു വിവരങ്ങളും തന്നെ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ഈ പറയുന്ന വിവരാവകാശ നിയമപ്രകാരം എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ആർക്കും തന്നെ ലഭ്യമാവുകയില്ല. അങ്ങനെ ഈ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകാത്ത ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. ആ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ, ഏതൊക്കെ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ പട്ടിക പറയുന്നത്. ഈ സ്ഥാപനങ്ങളൊന്നും തന്നെ നമ്മൾ ഈ നോട്ടിൽ എന്ത് ചെയ്യുന്നില്ല, ഉൾപ്പെടുത്തുന്നില്ല. കാരണം എന്താണ്, കുറച്ചധികം സ്ഥാപനങ്ങളുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ റാങ്ക് ഫയൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. റാങ്ക് ഫയൽ ഇല്ലാത്ത ആളുകൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഉടനെ തന്നെ സ്വന്തമായിട്ടൊരു റാങ്ക് ഫയൽ വാങ്ങിക്കുക എന്നുള്ളതാണ്. അത് വാങ്ങിച്ചതിന് ശേഷം അതിൽ ഈ പറയുന്ന ഭാഗത്ത്, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കയറിയിട്ട് എന്ത് ചെയ്യുക, വെറുതെ ഒന്ന് നിങ്ങൾ ഈ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളുടെ പേരുകളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. ഏതൊക്കെ സ്ഥാപനങ്ങളാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതിനായിട്ട് ഒരു തവണയോ 2 തവണയോ എന്ത് ചെയ്യുക, ആ സ്ഥാപനങ്ങളുടെ പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വായിച്ചിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ രണ്ടാം പട്ടിക എന്തിനെ കുറിച്ചാണ് പറയുന്നത്, വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നു.
ഇനി ഈ വിവരാവകാശ നിയമം ഏറ്റവും അവസാനമായിട്ട് ഭേദഗതി നടത്തപ്പെട്ടത് 2019 അതിനെന്താണ് നമ്മൾ വിവരാവകാശ ഭേദഗതി നിയമം 2019 എന്നാണ് പറയുന്നത്. എന്താണ് വിവരാവകാശ നിയമം ഏറ്റവും അവസാനമായിട്ട് ഭേദഗതി നടത്തപ്പെട്ടത് 2019 വിവരാവകാശ ഭേദഗതി നിയമം 2019. അത് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന പാർലമെന്റ് മെമ്പറാണ്. ഈ ഭേദഗതി പാസ്സായത് 2019 ഓഗസ്റ്റ് 1 എന്താണ് ഈ ഭേദഗതി, അതായത് വിവരാവകാശ ഭേദഗതി നിയമം 2019 പാർലമെന്റിൽ പാസ്സായത് 2019 ഓഗസ്റ്റ് 1 ഇത് ഒരുപാട് ചർച്ചകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിവെച്ച ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് ഈ വിവരാവകാശ ഭേദഗതി നിയമം 2019 എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഈ ഭേദഗതി പ്രകാരം എന്ത് ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിവരാവകാശ കമ്മീഷന്റെ ചില അധികാരങ്ങളിൽ എന്ത് ചെയ്തു, ഗവൺമെന്റ് കൈകടത്തി. അതെന്താണ്, ഒരു സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ അധികാരങ്ങളിൽ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം എന്ത് ചെയ്തു, ഒരു ഗവൺമെന്റ് ഇടപെടൽ ഈ പറയുന്ന വിവരാവകാശ ഭേദഗതി നിയമം 2019 മുഖേന എന്ത് ചെയ്തു, ഗവൺമെന്റ് നടത്തി. അത് ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു ഭരണഘടന ഭേദഗതിയായിരുന്നു. ഈ വിവരാവകാശ ഭേദഗതി പ്രകാരം എന്താണ് 2019 പ്രകാരം എന്ത് ചെയ്തു, പ്രധാനമായിട്ടും 3 സെഷൻസിലാണ് എന്ത് ചെയ്തത്, ഗവൺമെന്റ് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. സെഷൻ 13, 16, 27. അത് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളത് എന്ത് ചെയ്യും, നമ്മൾ ഈ ക്ലാസിന്റെ തുടർച്ചയിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോ വിവരാവകാശ ഭേദഗതി നിയമം 2019 ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? ബില്ല് അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന. ഒരു മിനിറ്റ്. ഓക്കെ, അവതരിപ്പിച്ചത് ആരാണ്? ജിതേന്ദ്ര സിംഗ് ആണ്. ഭേദഗതി നിയമം പാസ്സായത് 2019 ഓഗസ്റ്റ് 1 ഈ വിവരാവകാശ ഭേദഗതി നിയമപ്രകാരം എന്താണ് ഭേദഗതി ചെയ്യപ്പെട്ട സെഷൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 13, 16, 27 തുടങ്ങിയ സെഷൻസ് ആണ്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു 6 അധ്യായങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, 2 പട്ടികയുണ്ടെന്ന് പറഞ്ഞു, 31 സെഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഈ 31 സെഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇവിടെ പഠിക്കുവാനായിട്ടൊന്നും പോകുന്നില്ല. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെഷൻസ് ഉണ്ട്. അപ്പൊ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ക്ലാസ്സിൽ സംസാരിച്ചു പോകാൻ പോകുന്നത്. അത് 1, 2, 3 എന്നുള്ള ഓർഡറിലല്ല നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കുവാനായിട്ട് പോകുന്നത്. ചില കാര്യങ്ങൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സെഷൻ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു പോവുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യമായിട്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. ഈ നിയമത്തിൽ 3 സെഷൻസ് അല്ലെങ്കിൽ 3 വകുപ്പുകൾ ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണത്? അത് 12, 13, 14 ഇങ്ങനെ 3 സെഷൻസ് ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്, കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. എന്താണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് 12, 13, 14. ഇനി നമ്മൾ പറഞ്ഞു 2005 ഒക്ടോബർ 12 ഈ പറയുന്ന നിയമം പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത്. കാരണം ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ തുടക്കം തന്നെ പറഞ്ഞു. എന്തായിരുന്നു ഈ പറയുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്നുള്ളത് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഈ പറയുന്ന 2005 ഒക്ടോബർ 12 എന്താണ് 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ എന്ത് നിലവിൽ വരുന്നത്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്.
ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് CIC ഭവൻ ന്യൂഡൽഹിയാണ്. എന്താണ്? CIC ഭവൻ, അതായത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്നുള്ളതാണ് ഈ CIC എന്ന് പറയുന്നതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. CIC ഭവൻ ന്യൂഡൽഹി എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ ഇപ്പോഴുള്ള ആസ്ഥാനമാണ് ഈ CIC ഭവൻ. ഇതിനു മുമ്പ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഴയ എന്തെന്ന് വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ്? ഇപ്പോൾ CIC ഭവൻ ന്യൂഡൽഹിയാണ്. അപ്പോ ഈ പറയുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 2005 ഒക്ടോബർ 12 നമ്മൾ പറഞ്ഞു. നമ്മളുടെ കേന്ദ്ര വിവരാവകാശ നിയമം 2005 സെക്ഷൻ 12 എന്തിനെ കുറിച്ച് പറയുന്നത്? ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 12 അപ്പോ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 12 സെക്ഷൻ 12 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സെക്ഷൻ 12 പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു എന്താണ് ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സ്ഥാപനമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇത് വർക്ക് ചെയ്യുന്നത് എന്താണ്? ഒരു മിനിസ്ട്രിയുടെ കീഴിലാണ്. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി ഉണ്ട് ഇന്ത്യയിൽ. ഈ മന്ത്രാലയത്തിന് കീഴിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. ഈ മന്ത്രാലയത്തിന് കീഴിൽ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വർക്ക് ചെയ്യുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണെങ്കിലും ഇത് വർക്ക് ചെയ്യുന്നത് എന്തിന്റെ കീഴിലാണ്? ഒരു കേന്ദ്ര മിനിസ്ട്രിയുടെ കീഴിലാണ്. ആ മിനിസ്ട്രിയുടെ പേരെന്താണ്? ആ മിനിസ്ട്രിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ് എന്ന് പറയുന്ന കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ മിനിസ്ട്രി മന്ത്രാലയത്തിന് കീഴിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? ഈ പറയുന്ന വിവരാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഇനി ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മാക്സിമം എത്ര അംഗങ്ങൾ വരെ ആകാം? ആർക്കെങ്കിലും അറിയാമോ എത്ര അംഗങ്ങൾ വരെ ആകാം? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ വരെ മാക്സിമം ആകാം? 6 അല്ല. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മാക്സിമം ഇപ്പോൾ 8 പക്ഷേ മാക്സിമം കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ വരാനുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 11. അതായത് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത കമ്മീഷണർമാരും ഉണ്ടാകണം എന്നാണ് എന്ത് പറയുന്നത് നിയമം പറയുന്നത്. അതായത് ഇൻഫർമേഷൻ ആക്ട് 2005 പറയുന്നത് ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ എന്ത് വേണം? ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ വേണം. കൂടാതെ 10ൽ കൂടരുത്. കമ്മീഷണർമാരുടെ എണ്ണം 10ൽ കൂടരുത്. അപ്പൊ 11 എന്തെന്ന് പറയുന്ന അതിന്റെ എണ്ണസംഖ്യ എന്ന് പറയുന്നത് നിലവിൽ എന്തോ 8 ഉള്ളൂ എന്നാണ് ചെയ്യുന്നത്. അപ്പൊ കൂടാൻ പാടില്ല. 10ൽ കൂടാൻ പാടില്ല. 10 അംഗങ്ങളും ഒരു മുഖ്യ കമ്മീഷണർ വേണം. അങ്ങനെ 11 ഇതിലെ മാക്സിമം അംഗസംഖ്യ എന്ന് പറയുന്നത്. ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ആരാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനപ്രകാരമല്ല എന്ത് ചെയ്യുന്നത്? ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത്. മറിച്ച് ഒരു കമ്മിറ്റി ഇന്ന ആളുകളെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ കമ്മീഷണറായിട്ടും ഇന്ന ആളുകളെ അതിലെ കമ്മീഷൻ അംഗങ്ങളായിട്ടും നിയമിക്കണമെന്ന് എന്ത് ചെയ്യുന്നു? രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുന്നു. ആ ശുപാർശ പ്രകാരം രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? അവരെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ പറയുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതിന്, അല്ലെങ്കിൽ അംഗങ്ങളെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്നതിന് ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. ഈ പറയുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതിന്, അല്ലെങ്കിൽ ഈ നിയമിക്കപ്പെടുന്ന അംഗങ്ങളെ ശുപാർശ ചെയ്യുന്നതിന് ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ എന്തെന്ന് പറയുന്നത് ചെയർമാൻ, അധ്യക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഇനി
മറ്റൊരു മന്ത്രി കൂടിയുണ്ട്, ആഭ്യന്തരമന്ത്രി അല്ല. അത് ഏത് മന്ത്രി വേണമെങ്കിലും, ക്യാബിനറ്റ് മന്ത്രി ആര് വേണമെങ്കിലും ആകാം. പക്ഷെ പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാവും. എന്താണ്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാകും. ഇനി മൂന്ന് കേന്ദ്ര ലോകസഭ എന്ന് പറയുന്നതിന്റെ പ്രതിപക്ഷ നേതാവ്. ലോകസഭ എന്ന് പറയുന്നതിന്റെ പ്രതിപക്ഷ നേതാവ്. ഇങ്ങനെ 3 പേർ ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലേക്ക് അംഗങ്ങളെ എന്ത് ചെയ്യുന്നത്, നിർദ്ദേശിക്കുന്നത്. ഈ നിർദ്ദേശിക്കുന്ന അംഗങ്ങളെ ആര് നിയമിക്കുന്നു? രാഷ്ട്രപതി നിയമിക്കുന്നു. അപ്പോ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. അത് നിങ്ങൾ ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോ ലോകസഭയ്ക്ക് ഒരു ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ല എങ്കിൽ എന്താണ്? ലോകസഭയ്ക്ക് ഒരു ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഈ പറയുന്ന പ്രധാനമന്ത്രിക്കും അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിക്കും കൂടി എന്ത് ചെയ്യാം? ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? നിയമിക്കാൻ കഴിയും എന്നൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ അത് ട്രൂ ആണോ ഫോൾസ് ആണോ? അതായത് ലോകസഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവില്ല, ഔദ്യോഗിക പ്രതിപക്ഷ നേതാവില്ല എങ്കിൽ എന്ത് ചെയ്യാം? പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന വിവരാവകാശ അംഗങ്ങളെ നിയമിക്കുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് തെറ്റാണ് എന്ന് പറയുന്നത്? വേഗം പറഞ്ഞേ. ഫോൾസ് പറഞ്ഞ ആളുകൾ പെട്ടെന്ന് പറയൂ, എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഫോൾസ് ആണെന്ന് പറഞ്ഞത്? ഫോൾസ് പറഞ്ഞ ആളുകൾ പറയൂ. ഫോൾസ് പറഞ്ഞ ആരൊക്കെയാണ്? ഞാൻ നോക്കട്ടെ. സ്വാതി പറ, അല്ലെങ്കിൽ സുമിത്ര സജീവ്, ശബരിനാഥ്, സമീന ഷമി, നസീഹ. അല്ല സാർ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിന് എടുക്കൂലേ അതില്? രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിന് എടുക്കൂലേ? രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിനെ എടുക്കൂലേ എന്നാണ് ശബരി പറയുന്നത്. വേറെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ക്ഷണിക്കുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമാണ്? നിങ്ങൾ തെറ്റായിക്കോട്ടെ, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാക്കൂ. നിങ്ങൾ ഒരു കാര്യം പറയൂ ഒരാൾ ചോദിക്കുമ്പോൾ. മിണ്ടാതിരിക്കുന്നതാണ്. ഈ ഫോൾസ് പറഞ്ഞത് ട്രൂ ഓർ ഫോൾസ് പറഞ്ഞപ്പോ സാറേ ഞാൻ ഫോൾസ് കറക്കി കുത്തിയതാണോ? അങ്ങനെയാണെങ്കിൽ അത് പറയൂ. ഫോൾസ് കറക്കി കുത്തിയതാണോ എല്ലാവരും? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് അല്ലേ? ഒരാൾ ട്രൂ പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഫോൾസ് പറഞ്ഞു. അതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഇതില്? ഇല്ല, ഫൈൻ. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവിനെ അല്ല നിയമിക്കുന്നത്, മറിച്ച് ഇങ്ങനെ ഒരു സാഹചര്യം, ലോകസഭയിൽ ഒരു ഔദ്യോഗിക പ്രതിപക്ഷ നേതാവില്ലാത്ത സാഹചര്യങ്ങളിൽ ആ ലോകസഭയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടിയുടെ നേതാവിനെ എന്ത് ചെയ്യും? ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. അങ്ങനെയാണ് ചെയ്യുന്നത്. ആ പ്രസ്താവന ഫോൾസ് ആണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, പക്ഷെ അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ കാരണം എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? അവിടെ ആ ലോകസഭയിലുള്ള എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ ഒരാളെ വെറുതെ എടുക്കുകയല്ല ചെയ്യുന്നത്. ആ ലോക്സഭയിലുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന കുറെ പാർട്ടികൾ ഉണ്ടാവുമല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടിയുടെ നേതാവിന് എന്ത് ചെയ്യും? ഈ പ്രതിപക്ഷ നേതാവിന് പകരം ഈ കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് ഇരുത്തും. അങ്ങനെയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാകണം. ഇനി നിലവിൽ പാർലമെന്റ് അംഗങ്ങളായിട്ടുള്ള, അതായത് ലോക്സഭ എം പിയോ രാജ്യസഭ എം പിയോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിൽ അംഗങ്ങളായിട്ടുള്ള വ്യക്തികൾക്കോ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗമാകുവാനായിട്ട് എന്ത് ചെയ്യില്ല? സാധിക്കില്ല. പാർലമെന്റ് അംഗങ്ങൾക്കോ സംസ്ഥാന നിയമസഭയിലുള്ള അംഗങ്ങൾക്കോ, അതായത് എം പിമാർക്കോ എം എൽ എമാർക്കോ ആർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗമാകുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി നിയമം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, സാമൂഹിക സേവനം, ഭരണതലം,
തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തന മികവുള്ള വ്യക്തികളെയാണ് എന്ത് ചെയ്യുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗങ്ങളായിട്ടും കമ്മീഷണറായിട്ടൊക്കെ നിയമിക്കുന്നത്. എന്താണ്? നിയമം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, സാമൂഹിക സേവനം, ഭരണതലം തുടങ്ങിയ മേഖലകളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, പ്രവൃത്തി പരിചയമുള്ള, പ്രവർത്തന മികവുള്ള വ്യക്തികളെയാണ് എന്ത് ചെയ്യുന്നത്? ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ എന്ത് ചെയ്യുന്നത്? അംഗങ്ങളായിട്ട് നിയമിക്കുന്നത്. അതാണ് അവരുടെ എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരാകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ മുകളിൽ പറഞ്ഞതാണ്. ഇനി നമ്മൾ പറഞ്ഞു നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുൻപാകെയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു വിവരാവകാശ കമ്മീഷണർമാരും എന്ത് ചെയ്യുന്നത്? സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുൻപാകെയാണ്? അത് രാഷ്ട്രപതിയുടെ മുൻപാകെയാണ്. രാഷ്ട്രപതിയുടെ മുൻപാകെയാണ് എന്ത് ചെയ്യുന്നത്? ഇവരെല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷമാണ്. ഇതിൽ ആദ്യം ഏതാണോ അതാണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് എന്ന് ഉദ്ദേശിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 64 വയസ്സുള്ള ഒരാൾ കമ്മീഷണർ അംഗമാക്കി എന്ന് കരുതുക. അയാൾക്ക് 1 വർഷമേ അവിടെ എന്ത് കിട്ടുകയുള്ളൂ? ആ കമ്മീഷൻ അംഗമായിട്ടിരിക്കാൻ പറ്റൂ. 65 വയസ്സാകുമ്പോൾ അയാൾ അതിൽ നിന്ന് പോകണം. 52 വയസ്സൊക്കെ ഉള്ള ഒരാളാക്കിയാൽ അയാൾക്ക് മാക്സിമം 3 വർഷം കിട്ടും. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം എന്ന് പറയുന്നത്. നിങ്ങളിൽ ചില ആളുകളെങ്കിലും 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടോ വായിച്ചിട്ടോ ഒക്കെ ഉണ്ടാകും. അതങ്ങനെയായിരുന്നു എന്ന് വരെ 2019 വരെ. 2019 നമ്മൾ ഒരു ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളൊരു ഭേദഗതി നിയമത്തെ കുറിച്ച് പറഞ്ഞു. വിവരാവകാശ ഭേദഗതി നിയമം 2019 പാർലമെന്റിൽ അവതരിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ആ അവതരിപ്പിച്ചത് 3 സെഷൻസിൽ ഭേദഗതി വരുത്തി എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതിലൊരു സെഷൻ എന്ന് പറയുന്നത് ഏതാണ്? സെഷൻ 13 ആണ്. സെഷൻ 13 എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലുള്ള അംഗങ്ങളുടെ കാലാവധി കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലുള്ള അംഗങ്ങളുടെ കാലാവധിയെ കുറിച്ചും അവരുടെ സേവന വ്യവസ്ഥകളെ കുറിച്ചുമാണ് സെഷൻ 13 പറയുന്നത്. ഈ 2019 ഭേദഗതി വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ സെഷൻ 13 ഭേദഗതി വരുത്തി. എന്നിട്ട് ഈ പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും മറ്റംഗങ്ങളുടെയും ഒക്കെ സാലറി, അലവൻസ്, പിന്നെ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ മുതലായ കാര്യങ്ങളിൽ മാറ്റം വരുത്തുവാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടാകുമെന്ന് പറയുന്ന ഒരു വസ്തുത ഈ നിയമത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തു. അതാണ് പറഞ്ഞത് എന്ത് ചെയ്തു? സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു കമ്മീഷൻ എന്ത് ചെയ്തു? ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് കീഴിലാക്കി മാറ്റുകയാണ് ഈ 2019 ഭേദഗതി നിയമത്തിൽ നടത്തിയത്. ആ ഭേദഗതി നടത്തിയത് എവിടെയാണ്? ഈ പറയുന്ന സെക്ഷൻ 13 സെക്ഷൻ 13 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അത് ഈ പറയുന്ന കമ്മീഷനിലുള്ള അംഗങ്ങളുടെ കാലാവധിയെ കുറിച്ചും പിന്നെ സേവന വേതന വ്യവസ്ഥകളെ കുറിച്ചുമൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ സെക്ഷൻ 13 പറയുന്നത്. ഈ സെക്ഷൻ 13 2019 ഭേദഗതി പ്രകാരം എന്ത് ചെയ്തത്? ഭേദഗതി വരുത്തിയത്. അങ്ങനെയാണ് 5 വർഷം ഉണ്ടായ കാലാവധി 3 കുറഞ്ഞത്. മാത്രമല്ല ഈ കമ്മീഷനിലുള്ള അംഗങ്ങൾക്ക് ആർക്കും തന്നെ ഒരു പുനർനിയമനത്തിന് ഇവരാരും തന്നെ അർഹരായിരിക്കുകയില്ല. അതായത് ഒരു തവണ നിങ്ങൾ കമ്മീഷൻ അംഗമായിട്ടിരുന്നാൽ അടുത്ത തവണ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിന്റെ അടുത്ത തവണയോ നിങ്ങൾക്ക് ഇതിൽ കമ്മീഷനിൽ അംഗമാകാൻ കഴിയില്ല. ഒരു തവണ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ചാൻസ് ഉള്ളൂ. പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പിന്നീട് ഒരു തവണ കൂടി മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം ഇവിടെ പുനർനിയമനത്തിന് ആർക്കും തന്നെ അർഹതയില്ല. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. അതായത് നിങ്ങൾ ഒരു കമ്മീഷൻ അംഗമായിരുന്നു, നിങ്ങൾക്ക് ഇനി ഒരു തവണ കമ്മീഷൻ അംഗമാകാൻ കഴിയില്ല.
പക്ഷെ നിങ്ങൾക്ക് എന്താകാം? മുഖ്യ കമ്മീഷണർ ആകാം. പക്ഷെ മുഖ്യ കമ്മീഷണർക്ക് എന്താകാൻ പറ്റില്ല? കമ്മീഷൻ അംഗമാകാൻ പറ്റില്ല. പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങളൊരു കമ്മീഷൻ അംഗമാണ്. അടുത്ത ആ കമ്മീഷന് 3 വർഷം നിങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ അടുത്ത കമ്മീഷൻ വരും, അല്ലെങ്കിൽ 3 വർഷം കൂടി കഴിയുമ്പോൾ അടുത്ത കമ്മീഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് ഇനി ആ കമ്മീഷനിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ കമ്മീഷൻ അംഗമാകാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ കമ്മീഷൻ അംഗമായി ഇരുന്നതിന് ശേഷം അതിന്റെ അടുത്തതോ തവണ നിങ്ങൾക്ക് എന്താകാം? മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകാം എന്നുള്ളത് മാത്രമാണ് അവിടെ ഒരു എക്സെപ്ഷൻ ഉള്ളത്. അതായത് ഇവർ ആർക്കും തന്നെ എന്താണ്? പുനർനിയമനത്തിന് അർഹതയില്ല. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എന്ന് പറയുന്നത് 2,50,000 രൂപയും മറ്റു വിവരാവകാശ കമ്മീഷണർമാരുടെ ശമ്പളം എന്ന് പറയുന്നത് 2,25,000 രൂപയുമായിരിക്കും. ഇതാണ് ഈ സെഷൻസ് 13 വരുത്തിയ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്. അതായത് ശരിക്കും അധികാരങ്ങളും അവകാശങ്ങളും സാലറികളും എല്ലാം ഈ പറയുന്ന കേന്ദ്ര മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷണറുടേത് ആർക്ക് തുല്യമായിരുന്നോ? ആദ്യ കാലഘട്ടങ്ങളിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് തുല്യമായിരുന്നു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെ തന്നെ ഒരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമായിരുന്നു ഇൻഫർമേഷൻ കമ്മീഷൻ. അതായത് കേന്ദ്ര മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് തുല്യമായിട്ടുള്ള പദവിയായിരുന്നു. മറ്റു വിവരാവകാശ കമ്മീഷണർമാർ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള മറ്റു താഴെയുള്ള കമ്മീഷണർമാർക്ക് തുല്യമായിട്ടുള്ള പദവികൾ ആയിരുന്നു. എന്നാൽ 2019 ഭേദഗതി വരുത്തിയപ്പോൾ എന്ത് ചെയ്തു? ഇവരുടെ പദവി ബ്യൂറോക്രാറ്റ്സിന്റെ ലെവലിലേക്ക് ഗവൺമെന്റ് എന്ത് ചെയ്തു? താഴ്ത്തി. അതായത് ഇപ്പോ ഈ പറയുന്ന കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പദവി എന്ന് പറയുന്നത് വെറും ഒരു ക്യാബിനറ്റ് സെക്രട്ടറിക്ക് തുല്യമാണ്. മറ്റു കമ്മീഷണർമാരുടെ പദവി എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ ഗവൺമെന്റ് സർവീസിൽ, അതായത് കേന്ദ്ര സർവീസിൽ 2,25,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥന് തുല്യമാണ്. അത്രയും ആക്കിയിട്ട് എന്ത് ചെയ്തു? തെരഞ്ഞെടുപ്പ് കമ്മീഷന് തുല്യമായിരുന്ന അവരുടെ സ്ഥാനം ഈ 2019 ഭേദഗതിയോടെ വെറും ഒരു ബ്യൂറോക്രാറ്റ്സിന്റെ നിലയിലേക്ക് താഴ്ത്തിക്കെട്ടുകയാണ് ഈ ഭേദഗതിയിൽ ചെയ്തത്. ഇനി നമ്മൾ പറഞ്ഞു നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുൻപാകെയാണ്. ഇനി ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ്. അവിടെയും നമുക്കൊരു സെഷൻ പഠിക്കേണ്ടതുണ്ട്. ആ സെഷൻ എന്താണ്? സെഷൻ 14 അതായത് ഈ പറയുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ റിമൂവൽ അല്ലെങ്കിൽ നീക്കം ചെയ്യലിനെ കുറിച്ച്, പുറത്താക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആക്ടിലുള്ള സെക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സെക്ഷൻ 14 എന്ന് പറയുന്നത്. എന്താണ്? ഈ സെക്ഷൻ 14 ഈ പറയുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലുള്ള അംഗങ്ങളെ പുറത്താക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പോ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഏത് സെക്ഷനിലാണ് അത് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 14. അപ്പൊ നമ്മൾ 3 സെഷൻസ് ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? സെഷൻ 12 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സെഷൻ 12 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വേഗം പറഞ്ഞേ. സെഷൻ 12 ഈ പറയുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷനിലെ നിയമനം അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഫോർമേഷൻ. ഇനി രണ്ടാമത്തെ സെക്ഷൻ 13 എന്തെന്ന് പറയുന്നു? അവരുടെ കാലാവധി, സേവന വേതന വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നു. 14 ഈ കമ്മീഷനിലെ അംഗങ്ങളെ പുറത്താക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ 3 സെഷൻസ് നമ്മൾ ആ നിയമത്തിലേത് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ചില കാരണങ്ങൾ കൊണ്ട്, വെറുതെ അല്ല പുറത്താക്കുന്നത്, ചില കാരണങ്ങൾ കൊണ്ടാണ് ഈ അംഗങ്ങളെ പുറത്താക്കുന്നത്. എന്താണ്? ഒന്നാമത്തേത് പെരുമാറ്റ ദൂഷ്യമാണ്. പിന്നെന്താണ്? കാര്യപ്രാപ്തിയില്ലായ്മ, മാനസികമായും ശാരീരികമായിട്ടും ജോലി നിർവഹിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ. പിന്നെ എന്താണ്? പാപ്പരായിട്ട് പ്രഖ്യാപിച്ചാൽ. പിന്നെന്താണ്? ഏതെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ അത് ശരിയാണ് എന്ന് തെളിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പറയുന്ന കമ്മീഷണറെയും മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റു കമ്മീഷൻ അംഗങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റും? പുറത്താക്കുവാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അപ്പോ നിയമിക്കുന്നത് രാഷ്ട്രപതി, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് മുൻപാകെ, പുറത്താക്കുന്നത് രാഷ്ട്രപതി. ഈ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു കമ്മീഷൻ അംഗങ്ങളും അവരുടെ രാജി സമർപ്പിക്കുന്നതും ആരുടെ മുൻപാകെയാണ്? അതും രാഷ്ട്രപതിയുടെ മുൻപാകെയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ രാജി സമർപ്പിക്കുന്നതും ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇനി ഈ കേന്ദ്ര
വിവരാവകാശ കമ്മീഷൻ എല്ലാ വർഷവും ഒരു റിപ്പോർട്ട് സമർപ്പിക്കും, ഒരു വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, രാജി സമർപ്പിക്കുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് മുൻപാകെയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കല്ല. അവിടെ നിങ്ങൾ അത് മനസ്സിലാക്കണം. വാർഷിക റിപ്പോർട്ട് എന്താണ്? അത് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപാകെയാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനാണ്. സെൻട്രൽ ഗവൺമെന്റിനാണ് എന്ത് ചെയ്യുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇനി 3 പോയിന്റുകൾ കൂടി അവിടെ പഠിക്കാം. മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? വജാഹത്ത് ഹബീബുള്ള. ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വനിതയാണ് ദീപക് സന്ധു. മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിതയാണ് ആരെന്ന് പറയുന്നത്? സുഷമ സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്നുള്ളത് അറിയാത്തവർ എന്ത് ചെയ്യുക? അറിയുന്നവർ കമന്റ് ചെയ്യുക, അറിയാത്തവർ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക? മറ്റു സോഴ്സുകളിൽ നിന്നും നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. അടുത്തത് വെരി ഗുഡ്, ശബരിക്ക് അറിയാം. ഹിരലാൽ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി 15 ഈ പോർഷൻ കൂടി എന്ത് പറഞ്ഞാലും എടുത്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കുകയുള്ളൂ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്താണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ 3 വകുപ്പുകളാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് എന്താണ് നമ്മളുടെ നിയമത്തിൽ പറയുന്നത്. 15, 16, 17. ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 2015 ഡിസംബർ 19, 2015 അല്ല 2005 ഡിസംബർ 19-ാം തീയതിയാണ്. കേന്ദ്രം രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? കേന്ദ്ര കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്താണ്? 2005 ഒക്ടോബർ 12-ാം തീയതിയാണ്. ഇതെന്നാണ്? ഇത് 2005 ഡിസംബർ 19-ാം തീയതിയാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരമാണ്. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സെഷൻ 15 എന്ന് പറയുന്നത്. അതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സെഷൻ 15 എന്ന് പറയുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ അപ്പുറം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണസംഖ്യ എന്ന് പറയുന്നത് അപ്പുറം പറഞ്ഞത് തന്നെയാണ്. 11 ആണ് മാക്സിമം. അതായത് 10 കമ്മീഷൻ അംഗങ്ങളും എന്താണ് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും ഉണ്ടാകും. നിയമിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? നിയമിക്കുന്നത്, രാജി സമർപ്പിക്കുന്നത്, പുറത്താക്കുന്നത് എല്ലാം ആരാണ്? ഗവർണർ ആയിരിക്കും. സംസ്ഥാനങ്ങളിൽ ആരായിരിക്കും? ഗവർണർ ആയിരിക്കും. ഇനി നമ്മളൊരു കമ്മീഷൻ എന്താണ്? നിയമിക്കുന്നതിന് ഒരു കമ്മീഷൻ കേന്ദ്രത്തിലുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കമ്മീഷൻ എവിടെയുണ്ട്? അതുപോലെ തന്നെ ഒരു കമ്മീഷൻ സംസ്ഥാനങ്ങളിലും ഉണ്ടാകും. അവിടെ പ്രധാനമന്ത്രി ആണെങ്കിൽ ഇവിടെ ആരായിരിക്കും? ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കും. അദ്ദേഹമായിരിക്കും എന്തെന്ന് പറയുക? അധ്യക്ഷൻ. രണ്ടാമത്തേത് എന്താണ്? CM നോമിനേറ്റഡ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടാകും. മൂന്നാമത് എന്താണ്? നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. ബാക്കിയെല്ലാം അവിടെ പറഞ്ഞത് എന്താണ്? പാർലമെന്റ് അംഗങ്ങൾക്കോ സംസ്ഥാന നിയമസഭയിലുള്ള അംഗങ്ങൾക്കോ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ എന്താകാൻ പറ്റില്ല? അംഗമാകാൻ സാധിക്കില്ല. നിയമം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, സാമൂഹിക സേവനം, ഭരണതലം തുടങ്ങിയ മേഖലകളിൽ എന്താണ്? പ്രവർത്തന മികവുള്ള വ്യക്തികളെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിലോട്ട് അംഗങ്ങളായിട്ട് എടുക്കുന്നത്. പിന്നെ എന്താണ്? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു വിവരാവകാശ കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അവിടെ പ്രസിഡന്റ് ആണെങ്കിൽ ഇവിടെ ആരാണ്? ഇവിടെ ഗവർണറുടെ മുന്നിലാണ്. ഇനി കാലാവധി എന്ന് പറയുന്നത് രണ്ടുപേരുടെയും തുല്യമാണ്. 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം. ഏതാണോ ആദ്യം വരുന്നത് അത്. ഇവിടെ ഒരു സെഷനിൽ വ്യത്യാസമുണ്ട്. സെഷൻ 16 ആണ് ഇതിനെ കുറിച്ച് പറയുന്നത്. സെഷൻ 16 ആണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധിയെ കുറിച്ചും സേവന വേതന വ്യവസ്ഥകളെ കുറിച്ചും എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. എന്നാണ് സെഷൻ 16 ആണ്. നമ്മൾ എന്താണ്? നമ്മൾ ഭേദഗതിയിൽ 2 സെഷൻ പറഞ്ഞു. 13, 16 പറഞ്ഞു. അതിൽ 16 ഇത് തന്നെയാണ്. ഇവിടെയും 5 വർഷം തന്നെയായിരുന്നു. പിന്നീട് അതെന്താണ്? 3 വർഷമായിട്ട് ചുരുക്കുകയാണ് ഉണ്ടായത്. ഇനി
നീക്കം ചെയ്യുന്നത് ആരാണെന്ന് പറഞ്ഞു. അവിടെ പ്രസിഡന്റ് ആണ്. ഇവിടെ എന്താണ്? ഇവിടെ ഗവർണർ ആണ്. ഇവിടെ സെഷൻ ഏതാണ്? സെഷൻ 17 ആണ്. കാരണങ്ങളെല്ലാം അവിടെ പറഞ്ഞത് തന്നെയാണ്. അവിടെ നമ്മൾ എന്താണ് പറഞ്ഞ കാരണങ്ങളെല്ലാം എന്താണ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. രാജി സമർപ്പിക്കേണ്ടതും ഗവർണർക്കാണ്. റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്താണ്? സംസ്ഥാന ഗവൺമെന്റിനാണ്. ആർക്കാണ്? സംസ്ഥാന ഗവൺമെന്റിനാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ടുള്ള ആദ്യ വ്യക്തി കേരള സംസ്ഥാനത്തിന്റെ ഇൻഫർമേഷൻ കമ്മീഷന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ടുള്ള ആദ്യ വ്യക്തി എന്ന് പറയുന്നത് പാലാട്ട് മോഹൻദാസ് ആണ്. ഇതാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിശ്വാസ് മേത്തയാണോ? വിശ്വാസ് മേത്ത മാറി. ഹരി നായർ. വെരി ഗുഡ്. പി ഹരി നായർ. കറണ്ട് അഫയേഴ്സിലെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ എപ്പോഴും മാറും. ഞാൻ ഇത് നോട്ടിൽ കറന്റ് ആയിട്ടുള്ള ആളുകളെ നോട്ടിൽ ഉൾപ്പെടുത്താത്തതിന്റെ കാരണം അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അത് നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. ആദ്യത്തേതും ഇത് മാത്രമേ നമ്മൾ പറയുള്ളൂ. മറ്റെന്താണ്? നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ ആർ ഹരി നായർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. അപ്പോ ഇത് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ്? നമ്മള് 6 അധ്യായങ്ങൾ ജസ്റ്റ് നോക്കി, 2 പട്ടിക നോക്കി, പിന്നെന്താണ് ഒരു 6 സെഷൻസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു നോക്കി. 12, 13, 14, 15, 16, 17 6 സെഷൻസ് നമ്മൾ എന്ത് ചെയ്തു ഇന്ന് നോക്കി. ഇതൊക്കെ എല്ലാം എടുത്ത കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ എന്താണ്? നമ്മൾ ഇതോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എന്താണ്? എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.